പി.വി. അൻവറിന്റെ കണക്കുകൂട്ടലുകൾ ഒരിക്കൽ കൂടി പിഴയ്ക്കുന്നു. മുൻ എസ്.പി. സുജിത് ദാസിനെ വീണ്ടും സർവീസിൽ തിരിച്ചെടുത്തു. അൻവർ പുറത്തുവിട്ട ഫോൺ ശബ്ദരേഖകൾ എഡിറ്റ് ചെയ്തതാണെന്നും കണ്ടെത്തൽ. അൻവർ നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആസൂത്രിത പകപോക്കൽ. പത്തനംതിട്ട മുൻ എസ്.പി. സുജിത് ദാസിനെ സർവീസിൽ തിരിച്ചെടുത്ത സർക്കാർ തീരുമാനം പി.വി. അൻവറിന് കനത്ത ആഘാതമായി മാറിയിരിക്കുകയാണ്. എം.എൽ.എ. ആയിരിക്കെയാണ് സുജിത് ദാസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അൻവർ രംഗത്തെത്തിയത്. ഇതിനുള്ള തെളിവുകൾ എന്ന നിലയിൽ സുജിത് ദാസുമായുള്ള ഫോൺ സംഭാഷണങ്ങളും അൻവർ പുറത്തുവിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് സുജിത് ദാസിനെതിരെ നടപടികൾ ഉണ്ടായത്. എന്നാൽ അന്നുയർന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് വിദഗ്ധ സംഘം കണ്ടെത്തിയതിനെ തുടർന്നാണ് സസ്പെൻഷൻ നടപടികൾ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് സുജിത് ദാസിനെ സർവീസിലേക്ക് തിരിച്ചെടുക്കാൻ ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത്. ഭരണകക്ഷി എം.എൽ.എ. എന്ന നിലയിൽ അൻവറുമായി സുജിത് ദാസ് നടത്തിയ ഫോൺ സംഭാഷണങ്ങളാണ് തെളിവുകൾ എന്ന നിലയിൽ അൻവർ നേരത്തെ പുറത്തുവിട്ടത്. തനിക്കെതിരെ അൻവർ നൽകിയ കേസുകൾ പിൻവലിക്കണമെന്ന വിധത്തിൽ സുജിത് ദാസ് സംസാരിക്കുന്ന വിധത്തിലായിരുന്നു പുറത്തുവന്ന സംഭാഷണങ്ങൾ. എന്നാൽ ആ ഓഡിയോ മുഴുവൻ എഡിറ്റ് ചെയ്തതാണെന്നാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. യഥാർത്ഥ ഫോൺ സംഭാഷണത്തിൽ നിന്ന് സുജിത് ദാസിനെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും അധിക്ഷേപിക്കുന്ന വിധത്തിൽ സംഭാഷണങ്ങൾ എഡിറ്റ് ചെയ്ത് വ്യാജമായ ശബ്ദരേഖ നിർമ്മിക്കുകയും അത് പുറത്തുവിടുകയുമായിരുന്നു അൻവർ ചെയ്തത് എന്നായിരുന്നു സുജിത് ദാസ് അന്ന് പ്രതികരിച്ചിരുന്നത്. അത് ശരിവെക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതും. തന്റെ വാദങ്ങൾ ന്യായീകരിക്കാനായി ഗൂഢലക്ഷ്യങ്ങളോടെ എഡിറ്റ് ചെയ്ത ശബ്ദരേഖകൾ പ്രചരിപ്പിച്ചുവെന്നത് ഗുരുതര കുറ്റമാണ്. ആ വിധത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് സുജിത് ദാസ് രംഗത്ത് വന്നാൽ തന്റെ ഭാഗം ന്യായീകരിക്കാൻ അൻവറിന് ഏറെ ബുദ്ധിമുട്ടേണ്ടതായി വരും. ADGP M.R. അജിത് കുമാറിനും എസ്.പി. സുജിത് ദാസിനും സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന വിധത്തിൽ അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളാണ് പി.വി. അൻവർ M.L.A. ആയിരിക്കെ ഉയർത്തിയത്. എസ്.പി. ആയിരിക്കെ ക്യാമ്പ് ഓഫീസിൽ അനധികൃതമായി മരം മുറിച്ചുവെന്ന ആരോപണവും അൻവർ ഉയർത്തി. അതോടൊപ്പം തന്നെ ബലാത്സംഗ പരാതിയും ഉയർത്തിയതോടെ ചൂടേറിയ വിഷയമായി ഇത് കത്തിപ്പടരുകയും ചെയ്തു. എന്നാൽ ആരോപണങ്ങൾ ഉയർത്തി വിവാദങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നല്ലാതെ വ്യക്തമായ തെളിവുകളൊന്നും ഹാജരാക്കാൻ അൻവറിന് കഴിഞ്ഞതുമില്ല. അന്വേഷണം നടത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥർക്കും തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായതും അൻവറിന്റെ ആരോപണങ്ങൾക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്തു. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന ആരോപണവും സുജിത് ദാസിനെതിരെ അൻവർ ഉയർത്തിയിരുന്നു. എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾക്കെതിരെയും മയക്കുമരുന്ന് റാക്കറ്റുകൾക്കെതിരെയും കർശന നടപടികൾ സ്വീകരിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു സുജിത് ദാസ് എന്നായിരുന്നു വിജിലൻസ് അധികൃതരുടെ കണ്ടെത്തൽ. ഇതിനെതിരായ തെളിവുകളൊന്നും കൊണ്ടുവരാൻ അൻവറിന് കഴിഞ്ഞതുമില്ല. കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസിലും നാർക്കോട്ടിക് സെല്ലിലും ഇതിനു മുമ്പ് സുജിത് ദാസ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആവിധം പ്രവർത്തന പരിചയങ്ങളാണ് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾക്കെതിരെയും മയക്കുമരുന്ന് റാക്കറ്റുകൾക്കെതിരെയും കർക്കശ ഓപ്പറേഷനുകൾ നടത്താൻ സുജിത് ദാസിന് സഹായകമായി മാറിയത്. കസ്റ്റംസിനെ വെട്ടിച്ച് മലപ്പുറത്ത് സ്വർണം കടത്തുന്നവരെ സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ നിരന്തരം പിടികൂടിയതിനാൽ ക്രിമിനൽ സംഘങ്ങൾ അദ്ദേഹത്തിനെതിരെ തിരിയുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് അൻവർ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. വസ്തുതകൾ അന്വേഷിച്ച വിജിലൻസ് ആകട്ടെ അൻവറിന്റെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന നിലപാട് കൈക്കൊള്ളുകയും ചെയ്തു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി സസ്പെൻഷൻ പിൻവലിക്കാൻ ശുപാർശ നൽകിയത്. കേരള രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാനുള്ള പി.വി. അൻവറിന്റെ നീക്കങ്ങൾ ഒന്നൊന്നായി പിഴയ്ക്കുകയാണ്. M.L.A. സ്ഥാനം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസ് വഴി UDF-ൽ പ്രവേശനമുറപ്പിക്കാൻ അൻവർ നടത്തിയ നീക്കങ്ങൾക്കാവട്ടെ UDF നേതൃത്വം ഇതുവരെ പച്ചക്കൊടി കാണിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളും അവകാശവാദങ്ങളും വ്യക്തമായ അടിത്തറയില്ലാതെയാണെന്ന വിദഗ്ധ സമിതികളുടെ കണ്ടെത്തലുകൾക്ക് സവിശേഷ പ്രാധാന്യമേറുന്നത്. മുൻ എസ്.പി. സുജിത് ദാസിനെ സർവീസിൽ തിരിച്ചെടുത്ത നടപടിയും തുടർ സംഭവ വികാസങ്ങളും പി.വി. അൻവറിനെ രാഷ്ട്രീയമായി വൻ തിരിച്ചടിയായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്.